ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ ഹൊറർ ത്രില്ലർ മൂവി ആയിട്ടാണ് രേഖാചിത്രം. നമ്മുടെ എന്താ പറയുക, റൈസിംഗ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആസിഫ് അലിയും അനശ്വര രാജനും കൂടി അഭിനയിച്ച് ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു അതിഗംഭീരമായി ഇൻവെസ്റ്റിഗേഷൻ ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അത് അത്രമാത്രം ഒരു സ്ക്രിപ്റ്റും അതിൻ്റെ ഡയലോഗ് ഡെലിവറിയും പിന്നെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻസ് എല്ലാ തരത്തിലും ഈ സിനിമ വിജയിച്ചു എന്ന് പറയാം. അതിഗംഭീരമായൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കാരണം അത്രമാത്രം ഒരു പുതുമ നമുക്ക് തരുന്നൊരു സിനിമയായിട്ട് കൂടി തോന്നി. അതോടൊപ്പം തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ ഒരു രക്ഷയില്ലാത്തൊരു അഭിനയമാണ് നമ്മുടെ ആസിഫ് അലിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ നമുക്ക് കാണാൻ പറ്റിയത്. കാരണം അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകൾ ഇപ്പോൾ ഈ 2-3 സിനിമകൾ വന്ന് കാണുകയാണെങ്കിൽ എല്ലാം തന്നെ ഒരു വെറൈറ്റിയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം. അതിന് അദ്ദേഹം ആ കഥാപാത്രത്തിലേക്ക് എടുക്കുന്ന ആ റിസ്ക്, ആ ചാലഞ്ചസ് എല്ലാം തന്നെ അതിഗംഭീരമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. കിഷ്കണ്ട കണ്ടോയായിട്ട്, അല്ലെങ്കിൽ ലെവൽ ക്രോസ് ആയിക്കട്ടെ, അല്ലെങ്കിൽ തലവൻ, അങ്ങനെ കുറേ സിനിമസ് അദ്ദേഹം വന്നതെല്ലാം തന്നെ അതിഗംഭീരമായ പെർഫോമൻസാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ സിനിമയിലും രേഖാചിത്രത്തിലും അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അദ്ദേഹം വരുന്നത്. പക്ഷെ ആ ഒരു പോലീസ് ക്യാരക്ടർ എന്ന് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നത്, ഈ പോലീസ് ക്യാരക്ടറായിട്ട് ഇദ്ദേഹം എപ്പോൾ വേഷപ്പെടുന്നു ആ സിനിമ അത് ഗംഭീരമായൊരു റിസൾട്ട് കിട്ടുന്നുള്ളൊരു ഗ്യാരണ്ടി കൂടി ഈ സിനിമ കഴിഞ്ഞതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രമാത്രം ഉഗ്രം പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടയ്ക്ക് വെച്ചൊരു ചെറിയൊരു സസ്പെൻസും കൂടി ഉണ്ട്. നമ്മുടെ എന്താ പറയുക, ഒരു AI ജനറേറ്റ് ആയിട്ടുള്ള AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ കൂടി ഈ സിനിമയിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന് വന്ന ശേഷം ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന മാറ്റവും അതിഗംഭീരമായൊരു മാറ്റം തന്നെയാണ്. അത് നമ്മളെ കുറച്ചുകൂടി എന്താ പറയുക, ഒരു ത്രില്ലടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. പിന്നെ അതുവരെ ഉണ്ടായിരുന്ന ഒരു സ്പീഡായി കൊണ്ടുപോയിരിക്കുന്ന മൂവി ഒന്നുകൂടി സൂപ്പർ ഫാസ്റ്റിലേക്ക് മൂവി പോകുന്നതായി നമുക്ക് കാണാൻ പറ്റും. അത്രമാത്രം ഗംഭീരമായ പെർഫോമൻസ് ആണ് ആ AI ജനറേറ്റ് ആയിട്ടുള്ള സൂപ്പർ താരം വരുന്നതോടുകൂടി ഈ മൂവിക്ക് ഉണ്ടാവുന്നത്. എന്നിരുന്നാലും പടം ഒരു രക്ഷയില്ല മക്കളെ. ഇപ്പോൾ ഈ സിനിമ കാണുക, തിയേറ്ററിൽ കാണുക. അത്രമാത്രം ഗംഭീരമായൊരു സ്ക്രിപ്റ്റും ഡയലോഗും സ്ക്രീൻ പ്ലേയും ഡയറക്ഷൻസും ഒരു രക്ഷയിലും മ്യൂസിക്കായിട്ടും എല്ലാം ഇതിൽ ഓരോ പാർട്ട് ഈ സിനിമ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത്രമാത്രം നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു എന്താ പറയുക, ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ളൊരു അതിഗംഭീരമായ ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നി. ഈ 2025 ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിട്ട് തോന്നുന്നു. കാരണം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ഇറങ്ങിയിട്ടുള്ള മൂവി ആയിട്ട് ഇറങ്ങിയ മൂവിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കാണുന്നു 2025. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇതിനേക്കാളും ബെറ്റർ മൂവിയിൽ വരട്ടെ, എന്നാലും നമുക്ക് കാത്തിരിക്കാം. ഇപ്പൊ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മൂവി ആയിട്ട് എനിക്ക് തോന്നുന്നു. ആസിഫ് അലി എന്തായാലും ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വീണ്ടും നടന്നു കയറിക്കൊണ്ടിരിക്കാനുള്ള ഒരു വലിയൊരു പാതയായി, അല്ലെങ്കിൽ വലിയൊരു നാഴികക്കല്ലായി മാറാൻ ഈ രേഖാചിത്രം എന്ന മൂവിക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ആസിഫ് അലിയുടെ ഈ പ്രകടനം അതിഗംഭീരമാണ്. അനശ്വര രാജനും ഒരു രക്ഷയില്ല. എല്ലാ തരത്തിലും ഈ സിനിമയ്ക്ക് നല്ല ഭാവങ്ങൾ നേർന്നുകൊണ്ട് എന്തായാലും നിങ്ങളും പോയി തിയേറ്ററിൽ സിനിമ കാണാം, വിജയിപ്പിക്കാം. സൂപ്പർ, ബൈ, സീ യു.